സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇനി പുതിയ ഭരണസമിതി വരുന്നു. വിവിധയിടങ്ങളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ്, കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീം, കോഴിക്കോട് നിന്ന് ബെൻസൻ ബാബു നമുക്കിപ്പം ചേരും. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഹാൻസ്, ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? സേതു, തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഇതിനോടകം തന്നെ 30-ലധികം വാർഡ് കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ 35-ാം വാർഡിലേക്ക് കടന്നിരിക്കുകയാണ്. കേശവദാസപുരത്തെ UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച അനിത അലക്സ് ആണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് വരികയാണ്. ആദ്യത്തെ സത്യപ്രതിജ്ഞ ചെയ്തത് കൗൺസിലിലെ മുതിർന്ന അംഗവും UDF വാർഡ് മെമ്പറുമായ നന്തങ്കോട് വാർഡിലെ വാർഡ് മെമ്പറായിട്ടുള്ള KR ക്ലീറ്റസ് ആണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. അദ്ദേഹം മറ്റ് അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതും അദ്ദേഹം തന്നെയാണ്. ജില്ലാ കളക്ടർ അനുകുമാരിയുടെയും ഒപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സെക്രട്ടറി ആയിട്ടുള്ള ജഹാംഗീറിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോൾ ഇതിനോടകം തന്നെ പ്രധാന നേതാക്കൾ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയതിൽ ഒരാൾ അഡ്വക്കേറ്റ് KS ശബരിനാഥനാണ്. ഒപ്പം തന്നെ BJP നേതാവും തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അല്ലെങ്കിൽ മേയർ പദവിയിലേക്ക് പരിഗണിക്കുന്ന BJP നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് VV രാജേഷ്, മുട്ടട വാർഡിലെ UDF കൗൺസിലറായിട്ടുള്ള വൈഷ്ണ സുരേഷ് എന്നിവരാണ് പ്രധാനമായും ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ഇനിയും ബാക്കി 100 വാർഡുകളിലേക്കുള്ള സത്യപ്രതിജ്ഞ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനിയിപ്പോൾ 65 വാർഡുകളുടെ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കാനുണ്ട്. അശേഷമായിരിക്കും ആദ്യ ഭരണസമിതി യോഗം KR ക്ലീറ്റസിന്റെ നേതൃത്വത്തിൽ നടക്കുക. സേതു, ഇന്ന് തന്നെ യോഗം ഉണ്ടാകുമോ ഹാൻസ്? ശരി, ഹാൻസിലേക്ക് ചോദ്യം വ്യക്തമായില്ല. അല്ല, ഞാൻ ചോദിച്ചത് ഹാൻസ്, ഇന്നിപ്പം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം ഇന്ന് തന്നെ ഈ ആദ്യ യോഗവും ചേരും അല്ലേ? അതേ സേതു, അങ്ങനെയാണ്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെയും രീതി അത് തന്നെയാണ്. മുതിർന്ന അംഗമായിരിക്കും ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലുക. പ്രായം കൊണ്ട് മുതിർന്ന അംഗം, അതിനുശേഷം അദ്ദേഹമായിരിക്കും മറ്റ് ജനപ്രതിനിധികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക. ഇവരെല്ലാവരും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭ, മുനിസിപ്പൽ കോർപ്പറേഷൻ അടക്കമുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെയും രീതി അങ്ങനെയാണ്. എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചൊല്ലിയതിനു ശേഷം ആദ്യ ഭരണസമിതി യോഗം ചേരും. ആ ഭരണസമിതി യോഗത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആദ്യ യോഗവും അതും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കും.